വെള്ളിയാഴ്ച തോറും എനിക്ക് ഇവിടെ ചില പൂജകൾ ചെയ്യണം അവിടെ പാട്ടും പാടി രക്ഷയായിട്ട് ഇങ്ങനെ ട്രോളി പോകും പോയരുടെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇരുട്ടിനെ പേടിയാണ്. ഒറ്റയ്ക്ക് ഒരു ഹോണ്ടഡ് പ്ലേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് മുറി എടുക്കുമ്പം ആ മുറിയിൽ ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലും പിന്നെ ആ മുറി ഞാൻ കിടക്കില്ല. എനിക്ക് പേടിയാണ്. അതിൻ്റെ ബിഗിനിങ്ങിലെ ടൈറ്റിൽ കഴിഞ്ഞിട്ട് പടം തുടങ്ങുന്നതിന് മുമ്പ് മോഹൻലാലിൻ്റെ നറേഷനാണ്. അങ്ങനെ വിടാൻ പറ്റില്ല. മാളികപ്പുറത്തിൽ മമ്മൂട്ടി അങ്ങനെ കൊണ്ടുവന്നില്ലേ. ഹലോ, നമസ്കാരം. ഫിയോക്കിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണിത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരാണ് ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ വന്നിട്ടുള്ളത്. നമ്മുടെ കൊച്ചു വലിയ നായിക ദേവനന്ദ ആൻഡ് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട നമ്മുടെ മണിയമ്പിള്ള രാജേട്ടൻ, രണ്ടുപേർക്കും സ്വാഗതം. നിങ്ങളാണ് ഫിയോക്കിൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് എപ്പിസോഡിലെ അതിഥികൾ. അതിന്റെ ഐശ്വര്യം ഉണ്ടാവല്ലേ. അതെ, ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളുടെ നമ്മൾ മലയാളത്തിൽ ഇന്നും നമ്മളൊക്കെ വീണ്ടും 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 കണ്ടുചിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പോൾ എന്തായാലും ഐശ്വര്യം അതിൻ്റെതായിട്ട് ഉണ്ടാവും. നമ്മുടെ മാളികപ്പുറയിൽ ഇരിക്കുന്ന ഉറപ്പായിട്ട് ഐശ്വര്യം ഉണ്ടാവാതിരിക്കും. ലക്ഷ്മി കടാക്ഷമുള്ള കുട്ടി എന്നാണ് എല്ലാരും പറയുന്നത്. നോക്കട്ടെ. പിന്നല്ല, ഞാൻ തന്നെ എന്നെ പുകഴ്ത്തിയേക്കാം. പിന്നെ പാർവതിയും കൂടെ ഉള്ളത് കൊണ്ട് നല്ല ഐശ്വര്യം ഉണ്ടാവും. എല്ലാ ദേവികളും ഉണ്ടല്ലോ. എല്ലാ ദൈവങ്ങളും ഉണ്ട്. പേടിക്കാൻ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ പേടിപ്പിക്കുന്ന സിനിമകളോട് എല്ലാവർക്കും പ്രത്യേക ഒരു ജോണറിനോട് പ്രത്യേക ഒരു താല്പര്യം കൂടുതൽ എന്തായാലും ഉണ്ട്. രണ്ടുപേരും പേടിയുള്ള ആൾക്കാരാണോ? ഞാനാണ് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആള്. എനിക്ക് അതിലൊരു പകുതിയെങ്കിലും ഉണ്ടാവില്ലേ. എനിക്ക് ഈ പ്രായത്തിൽ ഇപ്പോഴും ഭയങ്കര പേടിയാണ്. എനിക്ക് ഇരുട്ടിനെ പേടിയാണ്. ഒറ്റയ്ക്ക് ഒരു ഹോണ്ടഡ് പ്ലേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് മുറി എടുക്കുമ്പം ആ മുറിയിൽ ആത്മഹത്യ ചെയ്യാൻ ആരെങ്കിലും പിന്നെ ആ മുറി ഞാൻ കിടക്കില്ല. എനിക്ക് പേടിയാണ്. ലിഫ്റ്റ് പേടിയാണ്. ലിഫ്റ്റ് പേടിയാണ്. എനിക്ക് ഭയങ്കര പേടി. ലിഫ്റ്റ് എനിക്ക് ഇച്ചിരി ലിഫ്റ്റുകൾ എനിക്ക് ക്ലോസ്ട്രോഫോബിയ ഉള്ളതുകൊണ്ട് എനിക്ക് ഇടുങ്ങിയ റൂമുകൾ ഭയങ്കര പേടിയാണ്. ചില ഹോട്ടലിൽ നിന്ന് താമസിച്ച് കുളിച്ച് ചെയ്യുമ്പോൾ ബാത്റൂം തുറക്കാൻ പറ്റില്ല. അപ്പോൾ പേടിച്ചു. ഒരിക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഒരു പടത്തിൻ്റെ സമയത്ത് ഞാൻ കിടന്ന് വിളിച്ച് അതിൻ്റെ എക്സോസ് ഹോളിൽ കൂടെ ഒക്കെ വിളിച്ച് എന്തോ ഭാഗ്യത്തിന് അതൊരു കുഞ്ചൻ നടന്നു പോയായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് സമയമായിരുന്നു. എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കുഞ്ചൻ എന്തോ ഇറങ്ങിപ്പോയാണ്. അയാൾ പോയി പറഞ്ഞ് നമ്മൾ ഹോട്ടലിൽ ആ ഡോർ ലോക്ക് ചെയ്തിട്ടൊക്കെ അല്ലേ ടോയ്ലറ്റൊക്കെ പോകുന്നത്. ക്ലോസ്ട്രോഫോബിയ എനിക്ക് റിലേറ്റബിൾ ആണ്. എനിക്ക് ലിഫ്റ്റ് ഇച്ചിരി ഭയങ്കരമാണ്. അപ്പോൾ ഗൂയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പേടിപ്പിക്കുന്ന ജോണറിലുള്ള സിനിമകളോടൊരു പ്രത്യേക സ്നേഹം നമ്മളെല്ലാവർക്കും ഉണ്ട്. നമ്മൾ പേടിയുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചുകൊണ്ടിരുന്നത് കാണും. അപ്പോൾ ഗൂ എന്നതാണ് ഇപ്പോൾ ഒരു മലയാളത്തിൽ ഈ ഒരു ജോണറിലുള്ള സിനിമ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വരുന്നത് തന്നെ. അപ്പോൾ ഗൂന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഗൂ? ആ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗൂ എന്ന് ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും എന്താണെന്ന് ചോദിക്കും. ശരിക്കും ഗുളികൻ അടിച്ചു കഴിഞ്ഞാൽ, പേരടിച്ചു കഴിഞ്ഞാൽ അതിനൊരു നോവൽറ്റി ഇല്ല. ഇതിപ്പോൾ ഗൂ മലയാളത്തിൽ എനിക്കൊരു ആദ്യത്തെ പടമാണത്, ഒറ്റ അക്ഷരത്തിൽ വരുന്നൊരു ടൈറ്റിൽ. അപ്പോൾ എന്താണ് ഗൂ എന്ന് ആൾക്കാർ ചോദിക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് പറയാമല്ല. അപ്പോൾ അതിനകത്ത് തന്നെ ടൈറ്റിൽ തന്നെ ആൾക്കാർക്ക് താല്പര്യം ജനിക്കുന്നുണ്ട്. ഗുളിയൻ്റെ ഗൂ ആണ്. ഗുളിയൻ്റെ ഗൂ ആണ്. പിന്നെ ഈ പറഞ്ഞ ഒരു ഹൊറർ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനോഹരമായ സിനിമയാണ് ഭാർഗവി നിലയം. അതിനുശേഷം മലയാളത്തിൽ യക്ഷി, പക്ഷേ ഇപ്പോൾ യക്ഷിയൊക്കെ ഔട്ട്ഡേറ്റ് ആയിപ്പോയി, ഫീൽഡ് ഔട്ട് ആയിപ്പോയി. യക്ഷി ഭൂതം പ്രേതം ആർക്കും വിശ്വാസമില്ല. ഈ കോമഡി ഷോകളിൽ വരുന്നതിൽ കോമഡി ക്യാരക്ടർ ആയിപ്പോയി. യക്ഷി ശരിക്കും വെള്ള സാരിയൊക്കെ. ഞാൻ യക്ഷിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ. ഞാനും ജഗദീഷും വെള്ളിയാഴ്ച തോറും എനിക്ക് ഇവിടെ ചില പൂജകൾ ചെയ്യണം അവിടെ പാട്ടും പാടി യക്ഷിയായിട്ട് ഇങ്ങനെ ട്രോളി പോകും പോയരുടെ കൂടെയൊക്കെ അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹൊറർ പടത്തിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ട്. ഒന്ന് ഇപ്പം നമ്മൾ തന്നെ എക്സോർസിസ്റ്റ് എടുത്താലും ഈ പറഞ്ഞ മാതിരി ഓമൻ എടുത്താലും അല്ലെങ്കിൽ ഫ്രൈഡേ ദി 13th അങ്ങനെ ഒരുപാട് ഹൊറർ പടങ്ങളൊക്കെ വേൾഡിൽ സൂപ്പർ ഹിറ്റാണ്. നമ്മുടെ ഈ പടത്തിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡേ ഹൊററാണ്. സാധാരണ നൈറ്റിലൊക്കെ അല്ലേ ഹൊറർ പേടിപ്പിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഭൂതം, പ്രേതം, യക്ഷി അങ്ങനെയുള്ള ആരുമില്ല. ഗുളിയനാണ് പേടിപ്പിക്കുന്നത്. ഗുളിയൻ പക്ഷെ പോസിറ്റീവാണ്. ഈ മലബാറിലൊക്കെ, വടക്കൻ മലബാറിലും ബലബാറിലും അവരൊരു ദൈവതുല്യം കാണുന്ന ഒരാളാണ്, വളരെ പോസിറ്റീവാണ്. പക്ഷേ നെഗറ്റീവ് ആൾക്കാരെ ഉപദ്രവിക്കും. കുട്ടികളുടെയൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ മിത്താണ്. നമ്മുടെ തെയ്യത്തിൽ ഒരു പ്രധാന തെയ്യം ഗുളിയൻ തെയ്യമാണ് സംഭവം. അപ്പോൾ അതിനകത്തൊരു ഇതൊരു ആർട്ടിഫിഷ്യൽ സ്റ്റോറിയല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോയി അന്ധവിശ്വാസങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന പഠനമേ അല്ല. അപ്പോൾ അതൊക്കെ സിനിമയിലുള്ളതാണ്. പിന്നെ സിനിമയുടെ മേക്കിങ്ങിനകത്ത് ഹൊറർ പടം കുറേ എലിമെൻറ്റ്സ് ഉണ്ട്. സൗണ്ട് സൈഡ്, ഗ്രാഫിക്സ്, മ്യൂസിക്, റീ റെക്കോർഡിങ്, അതൊക്കെ ഇതിനകത്ത് ഓഡിയൻസിനെ രസിപ്പിക്കുന്ന രീതിയിൽ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എന്തിന് ഇതൊക്കെ ഈ എഫക്റ്റും ഗ്രാഫിക്സും ഒക്കെ എഫക്റ്റ്. അതെ, പറയൂ, എന്താണ് ഗൂയിലെ ക്യാരക്ടർ? നമ്മുടെ മാളികപ്പുറത്ത് നിന്ന് ഇപ്പൊ ഗൂയിലേക്ക് വരുമ്പോ എന്താണ് കഥാപാത്രം? എൻ്റെ കഥാപാത്രത്തിന്റെ പേര് മിന്ന എന്നാണ്. മിന്ന ബാംഗ്ലൂരിൽ നിന്ന് വരുന്നൊരു കുട്ടിയാണ്. മിന്നയുടെ അച്ഛൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സൈജോങ്ങളും ഞാനും അച്ഛനും മകളായിട്ട് മാളികപ്പുറത്ത് സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന്
തറവാട്ട് വീട്ടിൽ ഒരു കാര്യം നടത്താൻ വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് മിന്ന ഇങ്ങനെ പാടമൊക്കെ കാണുന്നത്. അത് മിന്നയുടെ കുറേ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരും പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവരും ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അതും മിന്നയുടെ അച്ഛൻ ഇങ്ങനെ പേടികളൊന്നും മിന്നയിലേക്ക് പാസ് ചെയ്തിട്ടില്ല. മിന്നയുടെ അച്ഛൻ ഒത്തിരി പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ കേട്ട് ആ ഒരു ട്രോമ ഉണ്ടായിരുന്നു ചൈൽഡ്ഹുഡിൽ. അപ്പം അതൊന്നും മുകളിലേക്ക് പാസ് ചെയ്തിട്ടില്ല. പക്ഷെ മോൾ എവിടുന്നൊക്കെയോ ഇങ്ങനെ പ്രേത കഥകൾ കേൾക്കുന്നുണ്ട്. അതും അവിടെ വരുമ്പോൾ ഒത്തിരി ഫൺ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്ത് മിന്ന റിയാക്ട് ചെയ്യുന്നതും മിന്നയുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെയാണ് സിനിമ. ഇത്രയും ക്ലാരിറ്റിയിൽ ഇതാണ്. അതെ, നിങ്ങൾ പറയും അച്ഛൻ പഠിപ്പിച്ചു, ഡയറക്ടർ ആരും പഠിപ്പിച്ചല്ല, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന കുട്ടി ഉത്തരപ്രദേശം. ഇത് കൂടുതൽ എന്താണ് വേണ്ടത്? എന്നിട്ട് ശരിക്കും തെയ്യവും ഗുളികന്റെ കഥയൊക്കെ കേട്ടിട്ട് ശരിക്കും കണ്ടിട്ട് പേടിയൊക്കെ തോന്നിയോ? ഗുളികൻ തെയ്യത്തിന് സത്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പോസിറ്റീവ് എനർജിയാണ്. അതും അവിടെ തെയ്യം കെട്ടുന്ന ഒരു ആളെ തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഗുളികൻ തെയ്യമായിട്ട് ചെയ്യാൻ. അപ്പോൾ അത്ര പേടി ആയില്ലായിരുന്നു. അതും ആദ്യമായിട്ടാണ് ഗുളികൻ തെയ്യത്തിന് ഞാൻ നേരിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികളും പിന്നെ എൻ്റെ കസിൻസായിട്ട് അഭിനയിച്ചവർ മിക്കവരും കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തു നിന്നാണ് വന്നത്. ഞാൻ മാത്രമാണ് സൗത്ത് നിന്ന് വന്നത്. അപ്പോൾ എനിക്കത് പുതിയതായിരുന്നു. പിന്നെ അവരിൽ നിന്നൊക്കെ ഈ തെയ്യത്തിന്റെ കഥകളൊക്കെ കേൾക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ഗുളിയെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുളിയെന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ നടക്കും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചേട്ടനാണെങ്കിലും ട്രിവാൻഡ്രത്ത് എന്നുള്ളതാണ്. അപ്പൊ ഈ തെയ്യം, ഗുളിയൻ അതൊക്കെ ഒന്നും ട്രിവാൻഡ്രത്തില്ല. എക്സിബിഷനൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ കണ്ണൂർ അപ്പൊ ഒരു ഗുളിയൻ എന്നുള്ള ആ ഒരു ഇതും തെയ്യത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു സിനിമ എന്നുള്ളൊരു ഐഡിയ എങ്ങനെയായിരുന്നു അത്? ഇതിനകത്ത് മനുവിൻ്റെ ഒറിജിനൽ ഡയറക്ടർ തന്നെ തിരക്കഥയൊക്കെ അല്ലേ. ഈ പറഞ്ഞ 7-8 ഫാമിലികൾ, ബന്ധുക്കൾ, അവരെല്ലാം വരുമ്പോൾ ആ കസിൻസിൻ്റെ ഒക്കെ മക്കളുണ്ട്. ഇവർ 4-5 പേരുണ്ട്. ഇവരവിടെ ഒരു വെക്കേഷൻ വരുന്നതാണ്. വരുമ്പോൾ വർഷങ്ങളായി മുടങ്ങി കിടക്കുന്ന ഒരു പൂജ നടക്കാനുണ്ട്. അതിൽ പങ്കെടുക്കാനും ഈ കുട്ടിയൊന്നും ആ മനയിൽ വന്നിട്ടില്ല. അച്ഛൻ്റെ കുട്ടിക്കാലം വളർന്ന മനയൊക്കെ അല്ലേ സംഭവം. അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇത് അർദ്ധരാത്രി പേടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല, പകൽ നടക്കുന്ന സംഭവമാണ്. പക്ഷേ അങ്ങനെ ആദ്യമായിട്ടായിരിക്കും ഒരു ഡേ ഹൊറർ പടം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ. വേറെ ഏതെങ്കിലും ഭാഷ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പടം ഈ പറഞ്ഞ മാതിരി ഒരു ഫുൾ ഹ്യൂമർ, ഹൊറർ, പിന്നെ സെന്റിമെന്റ്സും ഉണ്ട്, ഒരു ഫാന്റസിയാണ്, ഹ്യൂമറും ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഹ്യൂമർ വേണമല്ലോ. നിങ്ങൾ പടം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ തീരുന്നവരെ ഒരു നിമിഷം പോകുന്ന അറിയത്തില്ല. കുട്ടികൾക്കും കാണാം. വെക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ദേവനന്ദ തരുന്ന ഒരു ഗിഫ്റ്റാണ്. ഞാൻ അതാണ് ഇങ്ങനെ ഈ വെക്കേഷൻ തീരുന്നതിന് ഈ പടം റിലീസാവണമെന്ന് ആഗ്രഹിച്ചതും. ദൈവാധീനം കൊണ്ട് ഇപ്പം ഫിയോക്ക്, നമ്മുടെ തിയേറ്റേഴ്സുകാരെല്ലാം കൂടി ചേർന്ന് ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങിയല്ലോ. അപ്പം അവരുടെ ആദ്യത്തെ പടം പവിയായിരുന്നു. പവി ഇത് സെക്കൻഡ് പടമാണ്. അതെ. അപ്പൊ അത് ഞാൻ ചോദിക്കാൻ വരുന്നത്, ഫിയോക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന 2ാമത്തെ ഫിലിമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് ചേട്ടന്? അല്ല, എനിക്കത് ഭയങ്കര അവരെടുത്തോണ്ടുള്ള വൻ ഗുണമുണ്ടായി. കാര്യം നല്ല നല്ല തിയേറ്റേഴ്സ്, അത് 103 തിയേറ്ററോളം കിട്ടി. ഇത് ഞാൻ വേറെ ഡിസ്ട്രിബ്യൂട്ടറാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതിനകത്ത് സൂപ്പർ സ്റ്റാർസ് ഇല്ലല്ലോ, അതില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൻ്റെ എണ്ണം ഒരു 10-60 എണ്ണമൊക്കെ ആയിപ്പോയേനെ. ഇതിപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ പടത്തിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പിടികിട്ടി. അതുകൊണ്ട് അവർ സസന്തോഷം വന്നു. അപ്പോൾ അവർ ചെയ്യുന്ന 2ാമത്തെ പടം ഇത് അവർക്ക് സൂപ്പർ ഹിറ്റായേ പറ്റൂ. എനിക്കും ഉറപ്പായിട്ടും ചേട്ടൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബെഞ്ച് മാർക്ക്, നമുക്ക് ഭയങ്കര ഗ്യാരണ്ടി ആയിട്ട് തോന്നുന്ന സിനിമയാണ്. ഇപ്പോൾ പറഞ്ഞും കേട്ടും ഒക്കെ മടുത്തിട്ടുണ്ടാവും, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. വെള്ളാനകളുടെ നാടാണെങ്കിലും മേയോട്ടോ ആണെങ്കിലും ഇപ്പോൾ അനന്തഭദ്രം ആണെങ്കിലും, അനന്തഭദ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുകൂടെ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു ഫിലിമായിരുന്നു അനന്തഭദ്രം എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ചേട്ടൻ ചെയ്യുന്ന ഒരു ഫിലിം ഗു എന്ന് പറയുമ്പോൾ അതിനും എക്സ്പെക്ടേഷൻ കുറച്ച് എക്സ്പെക്ടേഷൻ കുറവ് വരുന്നില്ല കേട്ടോ. പടം ഭയങ്കര എന്താ പറയുക, നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പടം. ഇന്ന് ചുമ്മാ ഉമ്മാക്കിയാണെങ്കിൽ പേടിപ്പിക്കാന്ന് പറയില്ല, അങ്ങനെയല്ല. കഥയിലും സംഭവങ്ങളും സന്ദർഭങ്ങളുമാണ് സംഭവങ്ങൾ. ഇതുപോലെ വീട്ടിലെ അമ്മമ്മയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇങ്ങനെ പണ്ട് അവരുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ? എൻ്റെ ഫാമിലിയിൽ അങ്ങനെ തന്നെ പേടിപ്പിച്ച് കഥ പറഞ്ഞിട്ടില്ല. ആകെ മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതിങ്ങനെ പേടിപ്പെടുത്തുന്ന കഥകൾ കേൾക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണ്. ഓക്കെ. അങ്ങനെ എന്ത് കഥയാണ് കേട്ടിട്ടുള്ള? എനിക്ക് കേട്ടിട്ടാ ഓക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റോ ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ ഒരു പേടിയോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു കഥ എന്തായിരിക്കും?
അങ്ങനെ ഇപ്പൊ പേടിപ്പെടുത്താൻ കുറേ കഥകൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. നമുക്ക് ഏതാണ് സത്യം ഏതാണ് ഫാൾസ് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ചിലവര് ഉണ്ടാക്കി പറയുന്നതായിരിക്കും വെറുതെ പേടിപ്പിക്കാൻ, ചിലവര് എവിടുന്നെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയില്ല, കുറേ ഉണ്ട്. എന്നാലും ഇപ്പോ ഗൂവിന്റെ സെറ്റിൽ ഇപ്പൊ നമ്മൾ സാധാരണയൊക്കെ കേൾക്കാറുണ്ട്, ഇപ്പൊ ഇങ്ങനെയുള്ള പ്രേത ഫിലിംസിന്റെ അങ്ങനെയൊക്കെ സെറ്റിൽ എന്തെങ്കിലും ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ ഈ സെറ്റിൽ എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നു? കുറച്ചുണ്ട്. നമുക്കത് ഇപ്പം എന്തെങ്കിലും നടന്നാൽ നമ്മൾ എല്ലാവരും കൂടെ പറയും അത് സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് കാരണമായിരിക്കുമല്ലേ, അത് നടന്നത് ചിലപ്പോൾ അത് ചെയ്തത് കൊണ്ടായിരിക്കുമല്ലേ. നമുക്ക് എന്ത് നടന്നാലും നമ്മൾ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് ചെയ്തതെന്നാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ആ സെറ്റിൽ വരുന്നത്. ഇപ്പോൾ മഴയൊക്കെ ഒടിഞ്ഞു ചാടിയിട്ടുണ്ട്, പക്ഷെ അത് ഇലക്ട്രിക് വയറിൽ ഭാഗ്യത്തിന് തങ്ങിയൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ചന്ദ്രചേട്ടൻ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ദയാനന്ദയ്ക്ക് എന്തെങ്കിലും ഒരു ഫേസ് ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ഇൻസിഡന്റ് ഇല്ല, ഉണ്ടായില്ല? ഭാഗ്യത്തിനൊന്നുമില്ല. വരരുതെന്നുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനൊന്നും വന്നില്ല. ഞാൻ ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും സെറ്റില് ഓർത്ത് വെക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോന്നാണ്. എനിക്ക് ഭാഗ്യത്തിന് കുട്ടികൾക്ക് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയൊന്നും വന്നിട്ടില്ല. ചിലപ്പം ഗുളികൻ ദൈവം എല്ലാവരും രക്ഷിച്ചത് കൊണ്ടായിരിക്കും. പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു ഷൂട്ടിംഗ് നടന്ന് തീരുന്നവരെ എന്തെങ്കിലും ഒരു ക്ലാമിറ്റീസ് വന്ന് ഷൂട്ടിംഗ് നിൽക്കുക, മഴ പെയ്യുക, ക്യാമറാമാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ടെക്നീഷ്യനോ ആർട്ടിസ്റ്റിനോ അസുഖം വന്നാൽ നിൽക്കുക. ഈ ഐശ്വര്യമുള്ള കുട്ടിയാണ് ക്ലാപ്പ് അടിച്ചത്. ഇദ്ദേഹം വേറൊരു കുട്ടിയുണ്ട്, എന്നാലും മെയിൻ ഇദ്ദേഹമാണ് അടിച്ചത് സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പടത്തിന് ഇതുവരെ വന്നതൊക്കെ എല്ലാം നന്മകളാണ്, നല്ല ടീമുകളിലാണ് നമ്മൾ ചെന്ന് പറ്റിയിരിക്കുന്നതൊക്കെ. ഇപ്പോൾ റിലീസിൻ്റെ ആയാലും നമുക്കൊരു മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ക്യാമറാമാൻ സന്തോഷ് വെൻഡേഴ്സിൻ്റെ അത് ആദ്യമായിട്ടാണ്, എഡിറ്റർ, അപ്പോൾ എല്ലാവരും ഡയറക്ടർ പുതിയ ആളാണ്. ഇത്രയും പേരെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റി. അതൊക്കെ അങ്ങനെയുള്ള പുതിയ ആൾക്കാർക്കാണ് പുതിയ ചിന്തകൾ. നമ്മളൊരു പഴയ ഡയറക്ടർ വെച്ചാൽ ഇതിങ്ങനെ വരത്തില്ല. ഇത് പുതിയ ആളാകുമ്പോൾ അവർ സിനിമയിൽ വരെയാണ്, അവർ ആദ്യത്തെ പടമാണ് ഇവരുടെയൊക്കെ. അപ്പോൾ ഇത് ഗംഭീരമാകാൻ വേണ്ടിയിട്ട് അവരങ്ങ് മരിച്ച് പണിയും. അത്രയും നാളത്തെ ആഗ്രഹവും മുഴുവൻ നമ്മളങ്ങ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഇതിനകത്തൊരു എഫർട്ട് അഡീഷണൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ 49 ഇയേഴ്സായി ചേട്ടൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പം ഒരുപാട് സ്റ്റേജസ് ഓഫ് ചേഞ്ചസ് ഫിലിം ഇൻഡസ്ട്രിയുടെ അത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എന്താ നമ്മൾ പ്രേംനസീർ സാറിനോട്, സത്യൻ സാറിനോട്, അത് കഴിഞ്ഞ് ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപ്, ഇങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഓഫ് ആർട്ടിസ്റ്റുകളെയും നമ്മൾ ആ ടെക്നിക്കൽ ചേഞ്ചസും എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ വന്ന് ഒരു കഥ പറയുമ്പോൾ തന്നെ അറിയാം ഇവർ എങ്ങനെയുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഇവർ വരുമോ ഇല്ലയോ, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ വന്ന് കഥ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ ആദ്യം എന്തായിരുന്നു ചേട്ടൻ്റെ ആ ഒരു തോട്ട്? ഇത് എങ്ങനെ? എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നതാണ്, ഞാൻ മനുവായിട്ട് വേറൊരു പടം ചെയ്യായിരുന്നതാണ്. അപ്പോഴാണ് മാളികപ്പുറം കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഈ കുട്ടിയെ മെയിൻ റോളിൽ ഹീറോ ആക്കിയിട്ട് പടം എടുക്കണം എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ കാലിക്കടുത്ത് നിരഞ്ജി വിളിച്ചു. പുള്ളി പറഞ്ഞു മനു ഒരു കഥ പറഞ്ഞു, ഉഗ്രൻ കഥയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹൊറർ കഥ നന്നായിരിക്കണം എന്ന് ഈ ജനറേഷനിലുള്ള കുട്ടികൾ പറയണമെങ്കിൽ അതിനകത്ത് പ്രയാസബോധമൊന്നും ഉണ്ടാവില്ല, എന്തോ സംതിങ് ഉണ്ട്, ഒരു ക്യാച്ച് കിടപ്പുണ്ട്. അങ്ങനെ വരാൻ പറഞ്ഞു, കേട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു 10-18 പേരുടെ മുമ്പിൽ കഥ പറയിപ്പിച്ചു പുള്ളിയെ കൊണ്ട്, കേട്ടോ. അപ്പോഴേ നമ്മൾ പറഞ്ഞു പുള്ളി എല്ലാം കാണാതെ അറിയാം, പുള്ളിക്ക് സ്ക്രിപ്റ്റ് നോക്കി വായിക്കണ്ട. അങ്ങനെയാണ് ഇവരുടെ ദേവനന്ദ അടുത്ത് നിന്ന് വീട്ടിൽ കഥ പറയുന്ന അച്ഛൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ദേവനന്ദ നോ പറയുന്നെങ്കിൽ ഗൂ സിനിമ ഉണ്ടാവില്ലായിരുന്നു, വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല കേട്ടോ. ഇപ്പൊ അത് ദേവനന്ദ മാളികപ്പുറം എന്നൊരു സിനിമയിലാണ് കണ്ടിട്ടാണ് ദേവനന്ദ കാണുന്നല്ല. ഈ കഥ കേൾക്കുമ്പം അത്രയും രസകരമായിട്ട് അഭിനയിക്കാൻ എൻ്റെ മനസ്സിൽ വേറൊരു കുട്ടിയില്ല. ഒരു പുതിയ ആളിനെ വെച്ച് ഈ റോൾ റിസ്ക് എടുക്കാം, പലതും എടുക്കാം. ഈ പുതിയ ആളിന് മ്യൂസിക് ഡയറക്ടറാണ്, ഞാൻ പറഞ്ഞ ക്യാമറാമാനും എഡിറ്ററാണ്. പക്ഷേ ഈ റോളിനൊരു പുതിയ ആളിനെ എനിക്ക്, ഇത് കേരളത്തിലെല്ലാവരും ഇഷ്ടപ്പെടുന്ന കുട്ടിയല്ലേ. തീർച്ചയായിട്ടും ഭയങ്കര നമ്മുടെ ഭാവിയിലെ നായികയാണ്. ഭാവിയിലെ മഞ്ജു വാര്യർ ഞാൻ പറയുന്നത്. മഞ്ജു വാര്യരുണ്ട്, അതുപോലെ പല്ലൊക്കെ ഉണ്ട് ഇവിടെ. ഉണ്ട് ഞാൻ കണ്ടു. എന്താണ് നമ്മള് എങ്കിൽ ഇപ്പൊ ഇവരുടെ ഒരു സീക്വൻസ് ആണ്. ഇപ്പൊ കുട്ടികളെല്ലാം കൂടി ഇങ്ങനെ ഓടി കാടിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ ഇതുപോലെ വെക്കേഷൻ സമയത്ത് പിള്ളേരെല്ലാം കൂടി പോയിട്ടാണ് കുട്ടിച്ചാത്തനെ തുറന്നു വിടുന്നത്. അതുപോലെ നമ്മളിപ്പോ ഗുളിയനെ തുറന്നു വിടാനായിട്ട് ദേവനന്ദയും ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് മെയ് 17. എന്താണ് വെക്കേഷൻ എന്താണ് ശരിക്കുള്ള പരിപാടി ഗു അല്ലാണ്ട്? പ്രൊമോഷൻ, പിന്നെ അരൺമന ഇറങ്ങിയിരുന്നു, അതിന് ചെന്നൈ പോയിരുന്നു, പിന്നെ അല്ലാതെ ഇങ്ങനെ
ഹാപ്പി ആയിട്ടിരിക്കുന്നു. വെക്കേഷൻ സാധാരണ നമ്മൾ സ്കൂളൊക്കെ അവധിയുള്ള പിള്ളേർക്കാണ് ഇത്. നമ്മുടെ ഒരു ഹീറോയിൻ, ഒരു സ്റ്റാറാണ്. സ്റ്റാറിന് വെക്കേഷൻ ഒന്നുമില്ല, തിരക്ക് പിടിച്ച് ഓടി നടക്കുവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വെക്കേഷൻ സമയത്ത് പുതിയ സിനിമകൾ, ഇപ്പോൾ ഈ വെക്കേഷന് എന്നെപ്പോലുള്ള കൂട്ടുകാർക്ക് നോക്കിയാൽ ഞങ്ങളുടെ ഈ വെക്കേഷൻ സമയത്ത് കുറേ അടിപൊളി മൂവികൾ ഇറങ്ങി. അപ്പോൾ എല്ലാവരും സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏതൊക്കെ പുതിയ സിനിമകൾ കണ്ടു, ആ സിനിമ കണ്ടോ, അത് ഇഷ്ടമായോ? അപ്പോൾ എന്തായാലും അങ്ങനെ ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ഗു. അപ്പോൾ ഏതൊക്കെ സീൻ പേടിപ്പെടുത്തി, ഏതൊക്കെ സീൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നൊക്കെ സ്കൂളിൽ വരുന്ന എന്തായാലും എൻ്റെ ഫ്രണ്ട്സിന് സംസാരിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ഗു. ഓക്കെ, അപ്പോൾ ഇതില് ദേവനന്ദ അഭിനയിച്ചപ്പോൾ സ്വന്തമായിട്ട് ഓക്കെ എനിക്കിത് ആലോചിക്കുമ്പോൾ വേറൊരാളുടെ പെർസ്പെക്റ്റീവ് എനിക്കിത് പേടിയാവുന്നു അങ്ങനെ തോന്നിയ സീക്വൻസസ് ഉണ്ടായിട്ടുണ്ടോ? കുറേ ഉണ്ട്. ഇപ്പം എനിക്ക് തന്നെ പേടിയായ സീക്വൻസസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിന്നെ ഞാനും ഏകദേശം ഒന്നാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയുണ്ട്. അപ്പോൾ മിന്നയ്ക്ക് പേടിയാകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ ഞാനായിരുന്നെങ്കിൽ ഞാനും എന്തായാലും പേടിച്ചു പോയേനെ നന്നായിട്ട്. ഇപ്പൊ മാളികപ്പുറത്തിലെ ആ ക്യാരക്ടറും ഈ ക്യാരക്ടറും തമ്മിലുള്ള ഒരു എന്താ പറയാ മേജർ ഡിഫറൻസസ് എന്തൊക്കെയായിരിക്കും പറയാ? രണ്ടുപേരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷെ രണ്ടുപേർക്കുള്ളൊരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ മിന്നയ്ക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, അവിടെ ചെല്ലുമ്പോൾ കസിൻസിനൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്ന നിരഞ്ജ് ചേട്ടൻ ഞങ്ങളുടെ ചെറിയച്ഛനായിട്ടാണ്. അപ്പം ഞങ്ങൾ ഷോർട്ട് ഫോമിന് ചെറി എന്നാണ് സിനിമയിൽ വിളിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും കണ്ടാലും ചെറി എന്ന് വിളിക്കും. അപ്പോൾ ചെറിയാണ് ഞങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തരുന്നത്. അതും കല്ലൂൻ്റെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കും. അപ്പോൾ രണ്ടുപേർക്കും കഥ കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ആണ്. പിന്നെ രണ്ടുപേരും രണ്ട് ടൈപ്പാണ്. രണ്ടിലും ഒരേ അച്ഛനാണ്. എങ്ങനെയുണ്ടായിരുന്നു രണ്ട് സിനിമകളിലും ചൈചേട്ടൻ്റെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? അത് അടിപൊളിയായിരുന്നു. കാരണം സൈജങ്ങളുടെ കൂടെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും, ഭയങ്കര കംഫർട്ടബിളാണ് നമ്മൾ സൈജങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ മാളികപ്പുറത്തും കഴിഞ്ഞിട്ട് പിന്നെ ഗു വർക്ക് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മണിയമ്പിള്ള രാജേട്ടൻ്റെ കൂടെ സെറ്റിൽ പുള്ളി വരുമ്പോഴത്തേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പഴയ എക്സ്പീരിയൻസസ് പറയോ, എന്തെങ്കിലും അഡ്വൈസ് തരുമോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അഭിനയിക്കുന്നതിന്? എനിക്ക് തോന്നുന്നു അഭിനയിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഒരു അഡ്വൈസും ഇല്ല. ഇതുവരെ എന്നെക്കാളും ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കും എല്ലാം പറഞ്ഞു തരുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അഭിനയം. പിന്നെ എനിക്ക് തോന്നുന്നു പഴയ വിശേഷങ്ങളൊക്കെ അവിടെ ഞങ്ങൾ കുട്ടികൾ ഒരു സെറ്റായിരുന്നു, പിന്നെ ഇവർ വലിയവരെല്ലാവരും ഒരു സെറ്റായിരുന്നു. അപ്പോൾ അവരുച്ചയ്ക്ക് അവരുടെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ കളികൾ കളിച്ച് ഊണോ കളിക്കും. ഊണോ ഞങ്ങളെല്ലാവരും ഏത് ഏജ് ഗ്രൂപ്പ് ആയാലും ഞങ്ങളെല്ലാവരും ഒരു വലിയ ടേബിൾ ഉണ്ടാവും വരാന്തയിൽ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എല്ലാവരും ഊണോ കളിക്കും, കുറേ റൗണ്ട് കളിക്കും, ഭയങ്കര രസമാണ്. ഓക്കെ, ഇപ്പോൾ ചേട്ടൻ്റെതാണെങ്കിൽ ഇതില് എല്ലാവരും ട്രെയിലർ കണ്ടിട്ട് ലാസ്റ്റ് നമ്മുടെ ലാലേട്ടൻ്റെ സൗണ്ട് വരുമ്പോൾ ഉള്ള ഒരു ഫീല് ഭയങ്കരമാണ്. നമ്മളിങ്ങനെ ഭയങ്കര പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലാലേട്ടൻ്റെ ആ ഒരു അതെ ഒരു സൗണ്ട് വരുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. പടത്തിന്റെ ബിഗിനിങ്ങിലെ ടൈറ്റിൽ കഴിഞ്ഞിട്ട് പടം തുടങ്ങുന്നതിന് മുമ്പ് മോഹൻലാലിന്റെ നറേഷനാണ്. അങ്ങനെ വിടാൻ പറ്റില്ല. മാളികപ്പുറത്തില് മമ്മൂട്ടി അങ്ങനെ കൊണ്ടുവന്നില്ലേ? അപ്പൊ ഇതില് ലാലേട്ടൻ എന്തായാലും കൊണ്ടുവരണം. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട്, പക്ഷെ ഇതിനകത്ത് ലാലേട്ടൻ ഉണ്ടോ, ഗസ്റ്റ് റോളിൽ എങ്ങാനും വരുന്നുണ്ടോ, ഇതൊക്കെ ഉള്ളതാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റിയത് ലാലേട്ടന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ രാജേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. അതെല്ലാം സസ്പെൻസ്. നിങ്ങൾ പടം കണ്ടതോ അതേ പറയാൻ പറ്റൂലേ. എന്തായാലും ഇത്രയും വർഷത്തെ ഒരു ജേർണിയിൽ ലാലേട്ടൻ്റെ ആ ഒരു സ്വാധീനം, ആ ഒരു നിങ്ങളുടെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അത് എല്ലാവർക്കും കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊക്കെ എന്നും വിളിക്കുക, എന്നും മെസ്സേജ് അയക്കുകയോ ചെയ്യുന്ന സുഹൃത്താണല്ലേ. കാര്യം ഞങ്ങൾ തമ്മിൽ സുഹൃത്തൊന്നും തുടങ്ങിയിട്ട് തന്നെ ഇപ്പം 55 വർഷത്തോളം ആയില്ലേ. സ്കൂൾ ലൈഫ് തൊട്ടുള്ളതല്ലേ. അപ്പോൾ ആ സുഹൃത്ത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. നമ്മളെല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും ഇങ്ങോട്ടും ഇങ്ങോട്ടും. എല്ലാ പടത്തിലും ഉണ്ടാവണമെന്നില്ല. ഞാൻ ലാലുമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമല്ല അഭിനയിക്കുന്നത്. അത് ഇതുവരെ നമ്മൾ ഫ്രണ്ട്സാണ്, എപ്പോഴും മെസ്സേജുകൾ അയക്കും എല്ലാം. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫിലിം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം അതൊരു ഓക്കെ, എന്തായാലും മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുമ്പോഴത്തേക്കും അതൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ഇതുവരെയുള്ള സിനിമകൾ ഞങ്ങൾക്ക് തന്നതുപോലെ തന്നെ ഗൂവും നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് ഓവറോൾ പറയാൻ? പ്രേക്ഷകരോട് ഒരിക്കലും അവർ നിരാശരാകത്തില്ല. പിന്നെ അവരിങ്ങനെ ഒരു ജോണറിൽ ഇതിനു മുമ്പ് ഒരു പടം കണ്ടു കാണില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഡേ ഹൊററാണെന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ പടം ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു സെക്കൻഡ് പോലും ബോറടിക്കത്തില്ല.
പിന്നെ ഈ തിയേറ്റർ എഫക്ട്സ് എന്ന് പറയില്ല, അതിനകത്ത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് സൈഡ്, ഫോട്ടോഗ്രാഫി, മ്യൂസിക്, പിന്നെ ഗ്രാഫിക്സ് എല്ലാം വരുമ്പോൾ ഇതൊരു സമയം പോണത് അറിയില്ല. പക്ഷേ അല്ലേ ഇപ്പം വേറൊരു ലുക്കിലും കൂടെയാണ് നമ്മുടെ രാജേട്ടൻ ഇരിക്കുന്നത്. തൊടുപുഴ ഒരു പടം നടക്കണം, മോഹൻലാൽ ശോഭന അഭിനയിക്കുന്നത്, തരുൺ മൂർത്തിയുടെ പടം. അപ്പോൾ അതിനുവേണ്ടി മുട്ടയടിച്ചു, പിന്നെ 1.5 മാസം താടി വളർത്തി. ആ ഒരു മെയിൻ റോളാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഗെറ്റപ്പ്. അപ്പോൾ ഞാൻ തൊപ്പി വെച്ച്, അത് ഞാൻ ഇതൊരു പതിവില്ലാത്തൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ രാജേട്ടൻ. വിചാരിച്ചു ഇവിടെ ചോരുന്നതല്ലേ, അതല്ല. അപ്പൊ എന്തായാലും ഈ സിനിമ ഭയങ്കര പ്രതീക്ഷയുണ്ടെന്ന് രാജേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ഡയലോഗാണ്, ചേട്ടന്റെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രാജേട്ടൻ ഒരു സിനിമയെ പറ്റി നല്ലതെന്ന് പറഞ്ഞാൽ അതിന് ഒരർത്ഥമല്ല, ഒരു കോറമ്പൻ അർത്ഥമുണ്ട്. ആണാ, രജനികാന്ത് പറയുമ്പോൾ അല്ലേ. ഹരികൃഷ്ണൻസിൽ പറയണ പോലെ, ഹരികൃഷ്ണൻസ് ഒരു കേസ് ഏറ്റെടുത്ത് അതിന് ഒരർത്ഥമല്ല, ഒരു കോറമ്പൻ അർത്ഥം ഉണ്ടെന്ന് പറയണത് പോലെ രാജേട്ടന്റെ സിനിമ. അപ്പൊ എന്തായാലും നമ്മുടെ ദേവനന്ദ നമുക്ക് ഉറപ്പായിട്ടും ആളുകൾപ്പുറത്തിൽ നമ്മൾ ഒരുപാട് സ്നേഹം നമ്മൾ കൊടുത്ത നമ്മുടെ കുഞ്ഞ് വലിയ നായികയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഗു. കണ്ടിട്ട് ഞാൻ എന്തായാലും അഭിപ്രായം ഉറപ്പായിട്ടും പറയും. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.